ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കാണ് തയ്യാറാക്കുന്നത്. റസ്മലായി കേക്ക്. നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ഫോമിലാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രീമിക്സിൻ്റെ. ആ ഒരു പ്രീമിക്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റസ്മലായി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് നമുക്ക് സാധാരണ ഒരു നോർമൽ കേക്ക് നമ്മൾ എന്നും തയ്യാറാക്കുന്ന പോലെ നോർമൽ കേക്കാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്തോളൂ. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. അത് പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനർ എടുക്കാം. സ്ട്രെയിനറിലോട്ട് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. തെള്ളിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആഡ് ചെയ്ത് ഒരു റിബൺ കൺസിസ്റ്റൻസി ഫോമിൽ നമുക്ക് ഇത് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റസ്മലായി കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാനില എസൻസ് അല്ല ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ബാറ്റർ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്കിതിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ മൈദപ്പൊടി ഒന്ന് തൂകി നമ്മുടെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ. അതിനുശേഷം ഞാൻ ലിഡ് ക്ലോസ് ചെയ്ത് അതിൻ്റെ ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവി പറക്കാണ്ട് വെള്ളം ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഞാനിവിടെ തവയിലാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത്. കേക്ക് തവ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കേക്ക് ടിൻ അതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് വളരെ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. കാരണം നമ്മൾ ഒരു റസ്മലായി കേക്കാണ് തയ്യാറാക്കുന്നത്. സോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒരു 15 to 20 മിനിറ്റ് കൂടിപ്പോയാൽ അത്രയേ ആവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നമ്മുടെ ആ ഒരു നൈഫ് വെച്ച് നോക്കി ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് ടിൻ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് തന്നെ തണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പ്രീമിക്സ്, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആ ഒരു പ്രീമിക്സിൽ നിന്ന് ഒരു 4 to 5 ടേബിൾ സ്പൂണ് നമുക്ക് ഈ ഒരു പ്രീമിക്സ് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് ആദ്യം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അതായത് കട്ട ഇല്ലാണ്ട് തന്നെ ഈ ഒരു പൊടി പ്രീമിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രീമിക്സിൻ്റെ മിശ്രിതം നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ആ സൈഡെല്ലാം നന്നായിട്ട് കുറുകി വന്ന ആ സ്റ്റേജ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൈഡ്സ് എല്ലാം നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. പ്രീമിക്സ് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് എടുക്കാം. കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. നോക്കിക്കൊള്ളു, നല്ല സൂപ്പറായിട്ട് ഡീമോൾഡ് ആയിട്ടുണ്ട്. ബാക്കിലെ ആ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. സാധാരണ ചെറിയൊരു കേക്കാണ് നമ്മൾ ഈ ഒരു റസ്മലായി കേക്കിന് തയ്യാറാക്കുന്നത്. അപ്പം നമ്മളൊരു പ്ലേറ്റോട്ട് ഈ ഒരു കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മലായി, അതായത് ഈ ഒരു മിശ്രിതം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഈ ഒരു കേക്കായി കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റസ്മലായി ഇതുപോലെ ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റസ്മലായി ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഫ്രിഡ്ജിലൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മേളിൽ കൂടെ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഫീലും ഉണ്ടാവും. നമുക്ക് ഇതുപോലെ നട്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് റോസ് പെറ്റൽസ് നമ്മൾ ഇതുപോലെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ റസ്മലായി കേക്കിന് വരുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നല്ല ചിൽഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത്. നോക്കിക്കോളൂ, നമുക്ക് ഏതൊരു ഡിസൈനാണ് നമുക്ക് വേണ്ടിയത് ആ ഒരു ഡിസൈനിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റസ്മലായി നമുക്ക് ഇതുപോലെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാണുമ്പോൾ ഇത്രയും രസകരമായ ആണെങ്കിൽ കഴിക്കുമ്പം എന്തായിരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. പുറമെ നിന്ന് നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു കേക്ക്, റസ്മലായി കേക്ക്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.